പ്രിയമുള്ളവരെ, നമുക്കൊക്കെ പരിചിതമായൊരു കാര്യമാണ് സാധാരണ മെയ്സൺ പണിയുള്ള ആളുകളെ നമുക്കൊക്കെ പരിചയമുണ്ട്. ഒരിക്കലെങ്കിലും ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത്തരക്കാരെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളവരായിരിക്കാം. ഒരു 99% ആളുകളും ഒരിക്കലെങ്കിലും നമ്മുടെ വീട്ടിൽ ഈ പണിക്ക് വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നവരായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ, ഒരു ചേട്ടനുണ്ട്, നല്ല പണിക്കാരനാണ്. അദ്ദേഹത്തെ നമ്മളൊരു പണി ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ധൈര്യമാണ്, നന്നായിട്ട് ചെയ്യും. ആൾ വന്ന് കിട്ടിയാൽ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ വന്ന് കിട്ടാനാണ് പാട്. ആളെ ഒന്ന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം പുള്ളി ജോലിക്ക് വരിക എന്ന് പറയുന്നത് സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ആൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായി ആളുടെ ജോലികൾ ഭംഗിയായിട്ട് ചെയ്യുന്നൊരു ചേട്ടനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്ത് ഒരു പണിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നാക്കി ഒരാൾ. അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോരുകയും ചെയ്തു. പണികളൊക്കെ ഭംഗിയായിട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവിടെ ചെന്നത്. അദ്ദേഹത്തിന് കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ട്. എങ്കിലും അവിടെ ഭാഷ അറിയാൻ പാടില്ലാത്ത സ്ഥലമായതുകൊണ്ട് പുള്ളി പെട്ടെന്നൊന്നും പോയി മദ്യമൊന്നും വാങ്ങിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊരു പ്രതീക്ഷയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഈ കൊണ്ടുവന്നാക്കിയ ആൾ എന്തോരായി പണി എന്ന് നോക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായ ഒരു രീതിയിലാണ് കണ്ടത്. കാരണം ഭാഷയൊന്നൊരു പ്രശ്നമല്ല മദ്യം വാങ്ങുന്നതിന്, അവിടുത്തെ ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹം അവിടെ ചെന്നപ്പം അവിടെയാണെങ്കിൽ നമ്മളെക്കാളും പൈസ കുറവുള്ളൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സന്തോഷകരമായി സുഖകരമായി ആ ഒരാഴ്ച മുഴുവൻ മദ്യത്തിലൂടെ പുള്ളി ഇങ്ങനെ ആഘോഷിച്ച് ആളുടെ കയ്യിൽ ചെലവിന് കൊടുത്ത പൈസയൊക്കെ തീർത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് കണ്ടത്. പണി എന്തോരായി നോക്കിയപ്പോൾ പ്രത്യേകിച്ച് യാതൊരുവിധ രീതിയിലും പണി മുന്നോട്ട് നീങ്ങിയിട്ടില്ല. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് കൂടെ വേറൊരാളെ നിർത്തി. ആ കൂടെ നിർത്തിയവൻ അതിനേക്കാളും വലിയ പ്രശ്നക്കാരൻ. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിലൂടെ ആ പണി കടന്നുപോയ ഒരു സംഭവം എനിക്കിങ്ങനെ ഓർമ്മ വരിക. ദൈവം ചില വ്യക്തികളെ ചിലത് പണിയാനായിട്ട് ഏൽപ്പിക്കും. ദൈവം ഏൽപ്പിച്ചിട്ട് അതിനുശേഷം പിന്നീട് ആ ഭവനം പണി അല്ലെങ്കിൽ ആ പണി എന്തായി, എങ്ങനെയുണ്ട് എന്ന് നോക്കും. കഴിഞ്ഞ കുറേ കാലത്തിന് മുൻപ് നമ്മളെയൊക്കെ ദൈവം നമ്മളെ പണിയാനായിട്ട് ചിലരുടെ കൈകളിൽ ഏൽപ്പിച്ചു. കഴിഞ്ഞ 13-14 വർഷം മുൻപ് പ്രിയപ്പെട്ട ബിബിൻ ബ്രദറിനെ ദൈവത്തിൻ്റെ ആ ആലയത്തെ പണിയുവാൻ ദൈവം പ്രിയപ്പെട്ട ഷിബു ബ്രദറിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. കർത്താവ് ആ ആലയത്തെ ദൈവ കൃപയിൽ പണിത് ചില കാര്യങ്ങൾ, കുറവുകൾ ഞങ്ങളെയൊക്കെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രദർ പലപ്പോഴും ഞങ്ങളുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച്, മോനെ അങ്ങനെ പോകരുത്, അങ്ങനെ ചെയ്യരുത്, അതല്ല ദൈവ കൃപയിൽ പോകേണ്ടത്, അങ്ങനെയല്ല ദൈവ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കുറവുകളെ നികത്തി, ഞങ്ങളുടെ ചില കാര്യങ്ങളെ ശകാരിച്ച്, വഴക്ക് പറയേണ്ടതിനെ വഴക്ക് പറഞ്ഞ്, സ്നേഹത്തോടെ കരുതേണ്ടതിനെ കരുതി, അങ്ങനെയൊക്കെയാണ് ഞങ്ങളെയൊക്കെ വളർത്തി ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങളെ കാണിച്ചു തന്ന പല മേഖലകളുണ്ട്. ഈ നിമിഷത്തിൽ ഞങ്ങളത് ഓർക്കുക. കർത്താവ് നമ്മളെയൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെയൊക്കെ പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വർഷങ്ങൾക്ക് മുൻപ് ദൈവം അബ്രഹാത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ വലിയ സമ്പന്നതയിൽ ജീവിക്കുന്നവനാ, നീ വലിയ സമ്പത്തുള്ളവനാ, പക്ഷേ ഞാൻ നിന്നെ വിളിക്കുകയാ, നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? അവൻ ഇറങ്ങി വന്നു. ഒരു രാത്രി അബ്രഹാം ഇറങ്ങി. അബ്രഹാത്തിന് വാഗ്ദാനം കൊടുത്തു. അവൻ ഇസഹാക്കിനെ കൊടുത്തു. യാക്കോബ് വന്നു. യാക്കോബിന് 12 മക്കൾ വന്നു. പിന്നീട് അങ്ങോട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ പ്രവചനങ്ങളിലൂടെ തൻ്റെ ഭവനം ഇങ്ങനെ പണിത് പോകുമ്പോഴൊക്കെ അനേക പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ എല്ലാമാണ് ഈ ഭവനം കടന്നു പോകുന്നത്. ഇസ്രായേൽ എന്നൊരു ഭവനം ദൈവം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഭവനത്തിൻ്റെ പണി മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. വളരെ പ്രതികൂലങ്ങളിലൂടെ, വളരെയേറെ പ്രതിസന്ധികളിലൂടെ ആ ഭവനം ഇങ്ങനെ കടന്നു പോവുക. 430 വർഷം അടിമത്തത്തിൻ്റെ ഭവനത്തിൽ കഴിയുന്നു, അടിമത്തത്തിൽ ഈജിപ്തിൽ കഴിയുന്നു. അവിടുന്ന് വീണ്ടും ദൈവം ഒരുക്കുന്നു. അവിടുന്ന് വീണ്ടും രാത്രി അവർക്ക് മേഘത്തൂണായി, പകൽ അഗ്നിസ്തംഭമായി അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊടുത്ത് അവരെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ചെങ്കടലുകളെ പിളർത്തി, ജോർദാനെ പിളർത്തി, ജെറിക്കോയെ തകർത്ത് തൻ്റെ ജനത്തിനു വേണ്ടി ഓരോ കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു കൊടുത്ത് തൻ്റെ ഭവനത്തെ പണിതു. അതിനുശേഷം ആ ഭവനത്തിന് വേണ്ട വിധത്തിൽ ഓരോരുത്തരെ ആക്കി കൊടുത്തു. തൻ്റെ പ്രവാചകന്മാരെ, തൻ്റെ ന്യായാധിപന്മാരെ ആക്കി, അവരെ നയിക്കേണ്ടതിന്, അവരെ നേർവഴിക്ക് നയിക്കേണ്ടതിന് ന്യായാധിപന്മാരെ ആക്കി. എന്നാൽ ആ ഭവനം വീണ്ടും ഒച്ചത്തിൽ കർത്താവിൻ്റെ മുൻപിൽ നിലവിളിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് മുറവിളി കൂട്ടി. അപ്പോൾ ദൈവം ന്യായാധിപന്മാരിൽ നിന്നും രാജാവിനെ കൊടുത്ത് അവരെ നടത്തി.
ആ രാജാക്കന്മാർ അവരെ പലപ്പോഴായി വഴിതെറ്റിച്ചു. എന്നാൽ വഴിതെറ്റിപ്പോഴെല്ലാം പ്രവാചകന്മാരിലൂടെ അവരെ നടത്തി. ദൈവം അവരെ നേർവഴിക്ക് നയിക്കേണ്ടതിന് തൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ, മുന്നറിയിപ്പുകൾ, പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളെ കൊടുത്ത് വീണ്ടും വീണ്ടും അവരെ വഴി നടത്തി. എന്നാൽ അവർ നടക്കാതെ വന്നപ്പോൾ പലപ്പോഴും അവർ പ്രവാസത്തിലേക്ക് പോയി. ഒരു ദൈവത്തിന് ഒരു ആലയം പണിയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ദാവീദിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അല്ലയോ ദാവീദേ, നീ കൂടാരങ്ങൾ വിട്ട് കൂടാരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിന്റെ കൂടാരങ്ങളിൽ വസിക്കാൻ ആഗ്രഹിച്ചൊരു ദൈവമല്ലേ ഞാൻ? എനിക്ക് വേണ്ടി നീ എന്തിനൊരു ആലയം പണിയണമെന്ന് ചോദിച്ചൊരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദാവീദിനോട് പറയുന്നു, അല്ലയോ ദാവീദേ, ഞാൻ നിന്റെ മകനെ കൊണ്ട് എനിക്കായ ഒരു ആലയം പണിയിപ്പിക്കും. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ, അമ്പരചുംബിയായ, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആലയം ദൈവം ദാവീദിന്റെ മകനായ സോളമനെ കൊണ്ട് പണിയിപ്പിച്ച് ആ ആലയത്തെ മുന്നോട്ട് നിർത്തി. വീണ്ടും ആ ആലയത്തെ നോക്കി പ്രാർത്ഥിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടു. ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടു. ആലയത്തിൻ്റെ ദിശയിലേക്ക് നോക്കിയവർ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ ഒരു ആലയം അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ പിന്നീടും അവർ വഴിതെറ്റി അനേക പ്രാവശ്യം വീണ് തകർന്ന് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാതെ പലപ്പോഴായി ഈ ഭവനത്തിന് ചേർന്ന രീതിയിലല്ലാതെ, ഈ ആലയത്തിന് ചേർന്ന രീതിയിലല്ലാതെ ദൈവജനം നടക്കുന്നത് നമ്മൾ പലപ്പോഴായി പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ്, അവർക്ക് അതൊരു പാഠമാകേണ്ടതിന്, ശിക്ഷാവിധിയെക്കുറിച്ച് അവർക്ക് അതൊരു പാഠമാകേണ്ടതിന് സംഭവിച്ചു എന്നാൽ നമുക്ക് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കുവാനും നമ്മൾക്കതൊരു പാഠമാകേണ്ടതിനുമാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് ദൈവവചനത്തെ നമ്മൾ കാണുകയാണ്. വളരെ വ്യക്തമായ യെശയ്യാ പ്രവചനം അതിൻ്റെ 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു വചനം, പഴയ കാലത്ത് ദൈവം പോറ്റി വളർത്തിയ, ദൈവം അവരെ എങ്ങനെയൊക്കെ നടത്തിയോ, ഏതൊക്കെ രീതിയിൽ നടത്തിയോ, എന്നിട്ടും അവർ വഴിതെറ്റിപ്പോയി. എന്നാൽ ഇതാ ഒരു അടിസ്ഥാനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച് പറയുന്ന ഒരു വാക്യം യെശയ്യാ പ്രവചനം 28:16 നമുക്ക് വായിക്കാൻ പറ്റും. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു. വിലയിറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. ആമേൻ. കർത്താവിന്റെ ആത്മാവ് പറയുക, ഞാനൊരു അടിസ്ഥാനം ഇടാൻ പോവുകയാണ്. അതിനാൽ ഞാനൊരു ശക്തമായ അടിസ്ഥാനം, ഒരു മൂലക്കല്ല് ഞാനിത് സ്ഥാപിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവന് ചഞ്ചലചിത്തനാകേണ്ടി വരത്തില്ല. അവന് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അടിസ്ഥാനമാകുന്ന ഒരു കല്ല് ഇതാ ഞാൻ സ്ഥാപിക്കാൻ പോവുകയാണ്. ഒന്നുകൂടി ആ വചനം ഒന്ന് വായിക്കാമോ ബ്രദറെ? അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്. ഞാൻ എവിടെയാണ് കല്ല് സ്ഥാപിക്കുന്നത്? സിയോനിൽ ഇതാ ഞാനൊരു കല്ല് സ്ഥാപിക്കാൻ പോകുന്നു. ശോധന ചെയ്ത കല്ല്. അത് ശോധന ചെയ്ത കല്ല്, അതായത് എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി അതിനെ ശോധന ചെയ്തൊരു കല്ലാണ് ഞാൻ സ്ഥാപിക്കാൻ പോകുന്നത്. അടിസ്ഥാനമായി ഇടുന്നു. അടിസ്ഥാനമായി ഞാൻ ഇടാൻ പോവുകയാണ്. വിലയിറ്റ മൂലക്കല്ല്. ഒരു മൂലക്കല്ല്, അത് വിലയറ്റതാണ്. നമുക്ക് വില കൽപ്പിക്കാൻ കഴിയാത്ത, വില ഇടാൻ കഴിയാത്ത അത്രയും ശ്രേഷ്ഠമായ ഒരു മൂലക്കല്ലാണ് ഞാൻ അവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. ഒരു ഉറപ്പുള്ള ഒരു അടിസ്ഥാനം ഞാൻ അവിടെ ഇടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവൻ നീ അതിലേക്ക് നോക്കി വിശ്വസിച്ചാൽ അവൻ ഒരിക്കലും ചഞ്ചലചിത്തനാകേണ്ടി വരത്തില്ല. അതിലേക്ക് നോക്കിയവൻ രക്ഷ പ്രാപിക്കും. ഒരിക്കലും, ഒരു കാലത്തും, ഒരു തരത്തിലും അവൻ ലജ്ജിക്കേണ്ടി വരത്തില്ല എന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് ശക്തമായിട്ട് പറയുകയാണ്. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ചില ഉപമകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി മത്തായി സുവിശേഷം 21-ാം അധ്യായം 42 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 38 മുതൽ വാക്യങ്ങളിലൂടെ നമുക്കറിയാം മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയാണ് നമ്മളവിടെ മുൻപൊക്കെ പറഞ്ഞു വരുന്നത്. 42 മുതൽ നമുക്കൊന്ന് വായിക്കാം. 21:42. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഈ കല്ല് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ആ കല്ല്? യേശു ക്രിസ്തുവാണ് ആ കല്ല്. ഈ സിറ്റുവേഷൻ നമ്മളൊന്ന് പരിശോധിച്ച്, എന്താണ് ഈ സിറ്റുവേഷൻ? ആ പാരഗ്രാഫിന്റെ തുടക്കം ഒന്ന് വായിച്ച ബ്രദറെ. അതായത് അവിടെ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അതൊന്ന് വായിച്ച്. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. അതായത് കർത്താവിന്റെ ആത്മാവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം അബ്രാഹത്തിനെ വിളിച്ചു, ഇസ്ഹാക്കിനെ വിളിച്ചു, യാക്കോബിനെ വിളിച്ചു.
അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. തുടർന്ന് യാക്കോബിൽ നിന്നും 12 ഗോത്രങ്ങൾ. ആ 12 ഗോത്രങ്ങളെ ദൈവം ഈജിപ്തിൽ കൊണ്ടുപോയി ഞെരുക്കത്തിലിട്ട് ശോധന ചെയ്ത് ഒരു ദൈവഭവനമാക്കി അതിനെ മാറ്റി വളർത്തി അനുഗ്രഹിച്ചു. അതിനുശേഷം അവിടെ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. അവർക്കൊരു ദേശം കൊടുത്തു. ആ ദേശത്ത് അവർക്ക് വേണ്ട സകല കാര്യങ്ങളും ന്യായാധിപന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, ദൈവത്തിൻ്റെ ദൂതുകളിലൂടെ ദൈവം നോക്കി നടത്തുന്ന ചില പണിക്കാരെ അവിടെ ഏൽപ്പിച്ചു കൊടുത്ത് മേൽനോട്ടം വഹിക്കുവാൻ അവരെ ഏൽപ്പിച്ചതിന് ശേഷം ദൈവം പലപ്പോഴായി അവിടെ നിന്നും ഫലങ്ങൾ തേടി ചെന്നു. പക്ഷേ അവിടെ നിന്ന് ലഭിച്ച ഫലങ്ങളെല്ലാം നമുക്കറിയാം. നമ്മൾ പഴയ നിയമം മുഴുവൻ വായിക്കുമ്പോൾ പലപ്പോഴായി ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങേണ്ടി വരുന്ന തരത്തിൽ ഇസ്രായേൽ ജനം മുഴുവൻ വഴിതെറ്റിപ്പോകുന്ന തരത്തിലാണ് അവരുടെ ജീവിത രീതി, അവരുടെ പ്രവൃത്തികൾ മുഴുവൻ. പഴയ നിയമത്തിൽ ഉടനീളം നമ്മളത് കാണുന്നുണ്ട്. ദൈവഭവനം പണിയേണ്ടവരായിട്ടുള്ള അനേക വ്യക്തികൾ ദൈവം അവരെ ആരെയാണ് പണിയാൻ ഏൽപ്പിച്ചത്? ലേവി പുരോഹിതരെ ഏൽപ്പിച്ചു. ആ പൗരോഹിത്യത്തിലൂടെ ദൈവം ദൈവഭവനത്തിൽ ശുശ്രൂഷകളെ ചെയ്തു. ആ ശുശ്രൂഷകൾ ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നീട് അവിടെ നിയമജ്ഞർ വരുന്നുണ്ട്, ഫരിസേയരെ കാണുന്നുണ്ട്, ടീച്ചേഴ്സ്, അവിടെ പഠിപ്പിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാം നേർവഴിക്ക് നടത്തേണ്ടതിന് പകരം വഴിതെറ്റിച്ച് തൻ്റെ ജനത്തെ നടത്തി എന്നുള്ളതാണ് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. അവർ മുന്നറിയിപ്പ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെ, പ്രവചനങ്ങൾ അവർ വഴിതെറ്റുന്ന രീതിയിൽ അവർ ദൈവത്തെ ആരാധിക്കാതെ വിജാതീയ ദേവന്മാരുടെ പിന്നാലെ, വിജാതീയ ആരാധനകളുടെ, ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ പോയതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, ലേവി പുരോഹിതരോട് പറഞ്ഞ ശ്രേഷ്ഠമായ ശുശ്രൂഷകളെ അവർക്ക് കൊടുത്തിട്ട് ആ ശുശ്രൂഷകൾ അവർ ആ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. പലപ്പോഴും അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഏശയ്യാ പ്രവാചനം തുടങ്ങുമ്പോൾ തന്നെ ഏശയ്യാ 1-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം ആഗ്രഹിച്ചതിൽ നിന്നും വിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിച്ചത് എന്ന് കാണുന്ന തരത്തിൽ ചില വാക്യങ്ങൾ നമുക്കവിടെ ദർശിക്കാൻ സാധിക്കും. ഏശയ്യാ പ്രവചനം 1-ാം അധ്യായം 7 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങളുടെ രാജ്യം ശൂന്യമായി, നിങ്ങളുടെ നഗരങ്ങൾ കത്തി നശിച്ചു. നിങ്ങൾ നോക്കി നിൽക്കെ വിദേശീയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു. വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു. അതായത് ഈ രാജ്യം നശിച്ചു, അത് തകർന്നു, അത് തരിപ്പണമായി. അതിൻ്റെ കാരണം പിന്നീട് അതിൻ്റെ 11-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ ബ്രദറെ? കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. സത്യത്തിൽ കർത്താവ് തന്നെയല്ലേ ചോദിച്ചത്, എനിക്ക് നിങ്ങൾ ബലി അർപ്പിക്കണം, എനിക്ക് നിങ്ങൾ ശ്രേഷ്ഠമായ രീതിയിൽ അർപ്പിക്കണം, അതിങ്ങനെ ആയിരിക്കണം, ഈ തരത്തിലായിരിക്കണം. കൃത്യമായ നിയമങ്ങൾ കൊടുത്ത് ദൈവം തൻ്റെ ജനത്തെ നടത്തുവാൻ വേണ്ടി പുരോഹിതരെ ഏൽപ്പിച്ച് ആ ലേവി പൗരോഹിത്യത്തിലൂടെ തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്നാൽ ദൈവം പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കിതിന് ആവശ്യമില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നൊരു ദൈവത്തെ നമുക്കവിടെ കാണാം. വീണ്ടും അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്റെ സന്നിധിയിൽ വരുവാൻ, എന്റെ അങ്കണത്തിൽ കാലുകുത്തുവാൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? എൻ്റെ അടുത്ത് വരുവാൻ, നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവ വേണമെന്ന് ആര് പറഞ്ഞു? ആരാ യഥാർത്ഥത്തിൽ പറഞ്ഞത്? ദൈവം തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങൾ പാപം ചെയ്താൽ ദൈവസന്നിധിയിൽ വരുന്നതിന് മുൻപ് ദൈവത്തിന് മുൻപിൽ ബലിയർപ്പിച്ച് പുരോഹിതന്മാരുടെ മുൻപിൽ ഊനമറ്റ കുഞ്ഞാടുകളെയോ ആട്ടിൻകിടാക്കളെയോ കൊടുത്ത് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലി അർപ്പിച്ച് അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത്, ദൈവത്തെ സ്തുതിക്കേണ്ടതെന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ ചോദിക്കുകയാണ്, എൻ്റെ അടുത്ത് വരുവാൻ ഇതൊക്കെ വേണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആരാണ് നിങ്ങളോട് പറഞ്ഞത്? വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലല്ല അവർ ജീവിച്ചതും അവരുടെ പ്രവൃത്തിയും. കാരണം നുറുങ്ങിയ ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അവരുടെ ഹൃദയങ്ങളുടെ പരിവർത്തനമാണ് ആഗ്രഹിക്കുന്നത്. അതില്ലാതെ വെറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവൃത്തികളും മാത്രമായ ജനത്തോടാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും അകലെയാണ്. നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നു, നിങ്ങൾ ആരാധന അർപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാഴ്ചകളും ബലികളും അർപ്പിക്കുന്നു, പക്ഷെ നിങ്ങൾ ദൈവത്തിൽ നിന്നും അകലെയാണ്, നിങ്ങളുടെ ഹൃദയം ദൈവത്തിലല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അമാവാസികളോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതെനിക്ക് വെറുപ്പുളവാക്കുന്നു എന്ന് പറഞ്ഞ അതേ ദൈവത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ ദൈവം തന്നെ യെശയ്യാ പ്രവചനം വീണ്ടും 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഞാനൊരു കല്ല് സ്ഥാപിച്ചു, അതിലേക്ക് നോക്കി വിശ്വസിച്ച് വിശ്വാസം അർപ്പിച്ച ഒരുവൻ പോലും ലജ്ജിതനാകത്തില്ല എന്നുകൂടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇവിടെയെല്ലാം ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ദൈവം ചിലത് പണിയാൻ ഏൽപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മളൊരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ്, ഒരു വീട് പണിക്ക്, ഒരു ഭവനം പണിക്ക് നമ്മളൊരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്.
അദ്ദേഹം യാതൊരു വിധത്തിലും ഇതിനോട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ വരുന്നില്ല, നോക്കുന്നില്ല, ഈ കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നില്ല, പണി മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ പണം ചെലവാക്കുന്ന സാധാരണ ഒരു ഭവനത്തിൻ്റെ അതിൻ്റെ ഉടമസ്ഥൻ അവൻ പറയും, അവനെ മാറ്റി നമുക്ക് പുതിയൊരു വ്യക്തിയെ നിയോഗിക്കാമെന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വാഭാവിക ചിന്തയുണ്ട്. ഇത് തന്നെ കർത്താവ് ഇസ്രായേലിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സന്നദ്ധരിൻ സംഘത്തെ, പുരോഹിതരെല്ലാം നോക്കിയിട്ട് കർത്താവ് ഈ ഉപമ പറയുകയാണ്. അതാണ് മത്തായി സുവിശേഷം 21 അധ്യായം നമ്മൾ വായിച്ച 42 വാക്യം. അതിന് മുൻപ് തുടങ്ങി നമുക്കൊന്ന് വായിക്കാം. 21 അധ്യായത്തിൽ നമുക്ക് അതിൻ്റെ 33 മുതലാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ പറയുന്നത്. അതിൻ്റെ 35 മുതലൊന്ന് വായിക്കാം നമുക്ക്. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. ഫലം കൊടുക്കേണ്ടവൻ ഒരു രീതിയിലും ഫലം കൊടുക്കാതെ ഫലം ചോദിച്ചു വരുന്നവനെ ശിക്ഷിക്കുകയും ശകാരിക്കുകയും അവനെ തകർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു പണിക്കാരെ ദൈവം നോക്കത്തില്ല, ദൈവം വച്ചേക്കത്തില്ല. ഇതിനുശേഷം വീണ്ടും താഴോട്ട് അതിന്റെ 41 വാക്യം ഒന്ന് വായിക്കാമോ ബ്രദറെ? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും വേറെ കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് വ്യക്തമായിട്ട് പറയുക. 42 വായിച്ചോ. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു. അതിന്റെ 45 വാക്യം വായിക്കുമ്പോൾ അവർക്കത് മനസ്സിലായി എന്ന് വാക്യത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വായിച്ചു. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അവന്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇവൻ ഈ പറയുന്നത് മുഴുവൻ ഞങ്ങളെ പറ്റിയാണല്ലോ. ഇത് അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള ആ പൗരോഹിത്യത്തിൽ കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ വീട് പണി നടത്തിയില്ല എന്നുള്ള കാര്യമാണല്ലോ ഇവർ പറയുന്നത് എന്ന് അവർക്ക് തോന്നി. എന്നാൽ യേശുവിനെ പിടിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ജനക്കൂട്ടത്തെ ഭയന്നുകൊണ്ട് യേശുവിനെ അവർക്ക് പിടിക്കാൻ സാധിച്ചില്ല എന്നുകൂടെ നമുക്ക് വചനത്തിൽ കാണാം. അപ്പോൾ ഭവനം പണിയാൻ ഏൽപ്പിച്ച പണിക്കാർ ആരെന്ന് വ്യക്തമായി ഇവിടെ യേശു പറഞ്ഞു. ആ പണിക്കാർ പ്രധാന പുരോഹിതന്മാരും ഈ പറയുന്ന നിയമജ്ഞരും ഫരിസേയരും ഇസ്രായേലിലും നടത്തേണ്ടവരായിരുന്നു, ന്യായാധിപന്മാരായിരുന്നു. എന്നാൽ ഇവരാരും ഈ രീതിയിൽ കൃത്യമായി നടത്തിയില്ല. പലപ്പോഴായി പ്രവാചകന്മാർ ഫലം തേടി വന്നു, എന്നാൽ ആ പ്രവാചകന്മാരെ എല്ലാം അവർ കൊന്നുകളഞ്ഞു, അവരെല്ലാം നശിപ്പിച്ചു. കർത്താവ് പിന്നെ പറയുന്നുണ്ട്, ആബേൽ മുതൽ സക്കറിയ വരെ അവരുടെ രക്തത്തിന് വരെ നിങ്ങൾ തീർച്ചയായും വില കൊടുക്കേണ്ടി വരുമെന്ന് യേശു വ്യക്തമായി അവരോടൊരു സൂചന വ്യക്തതയോടെ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ദൈവം ചില പണിക്കാരെ ഏൽപ്പിച്ചു, അവരാകട്ടെ പണി കൃത്യമായി നടത്തിയില്ല. അപ്പോൾ ആ പണിയെ ദൈവം മാറ്റി, ആ പണി മാറ്റി പുതിയ വ്യക്തികളെ ഏൽപ്പിച്ചു. ആരെയാണ് പുതിയതായി ഏൽപ്പിച്ചിരിക്കുന്നത്? ദൈവം തൻ്റെ പഴയ പണി മാറ്റി പുതിയതായി ആരെയാണ് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പണി ഏൽപ്പിച്ചത് ആരെയാണ്? കൃത്യമായിട്ട് എഫേസ്യ ലേഖനം അതിൻ്റെ 2 അധ്യായം 19 മുതൽ വാക്യങ്ങൾ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 2 അധ്യായം 19 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. എവിടെയാണ് ദൈവം ഈ പുതിയ ഭവനത്തെ പണിതുയർത്തിയത്? അതായത് പഴയ ഭവനം പണിതിട്ട് ആ ഭവനത്തിൻ്റെ പണിക്കാർ അത് തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. അതിന് ശ്രേഷ്ഠമായ രീതിയിൽ ഒരു പണിതില്ല. അവരുടെ പണികളിൽ അവർ യാതൊരു വിധത്തിലും മേന്മ കാണിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു. അവരിൽ നിന്ന് മാറ്റി മറ്റ് ചിലരെ ഏൽപ്പിച്ചു. അത് ആരെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത്? അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും ദൈവം ഈ അടിത്തറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു പണിക്ക് വേണ്ടി ഏൽപ്പിച്ചു. ആദ്യം ഏൽപ്പിച്ചത് നമുക്കറിയാം ഈ പുരോഹിതന്മാരെ ആയിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? ഈ പണി കൃത്യതയോടെ നടത്തിയില്ല. ദൈവം അവരിൽ നിന്നും അധികാരം മാറ്റി ദൈവം ആരെ ഏൽപ്പിച്ചു? അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു. ദൈവം പ്രവാചകന്മാരെ ഏൽപ്പിച്ചു. അടുത്ത വാക്യം വായിച്ചോ ബ്രദറെ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ഈ അടിത്തറയുടെ മൂലക്കല്ലാകട്ടെ ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന ആ മൂലക്കല്ലിന്മേൽ, ആ അടിത്തറയിന്മേലാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ദൈവഭവനം തീർത്തത്. ആ ദൈവഭവനം, ദൈവത്തിന്റെ വചനം അപ്പസ്തോലനായ പൗലോസ് 1 കൊരിന്തി അതിന്റെ 3 അധ്യായം 16 വാക്യത്തിലൂടെ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ ഭവനം നിങ്ങളാണ്. ആ ഭവനം നിങ്ങൾ തന്നെയാണ്. ദൈവത്തിന്റെ സുവിശേഷ പ്രഘോഷണം വഴി അപ്പസ്തോലന്മാർ പണിത ഭവനം ഇന്ന് നമ്മളാ. ദൈവഭവനം ഇന്ന്
നമ്മളാ. ആദ്യം ദൈവഭവനം നമുക്കറിയാം, ശ്രേഷ്ഠമായ ഒരു ആലയം ദൈവം സോളമനെ കൊണ്ട് പണിയിപ്പിച്ചു. എന്നാൽ ആ ആലയത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും ദൈവം മാറ്റി. ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് സഞ്ചരിക്കുന്ന ഭവനങ്ങളെയാണ്. നമുക്കറിയാം, ഒരു വീട്, ഞാൻ ഇന്നലെ ഞങ്ങളുടെ യൂത്തിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഭവനം പണിയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ യൂത്തിലെ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞുടാ, നമ്മളിപ്പോൾ 1 കോടി രൂപ കൊടുത്തൊരു വീട് പണിതു. 1 കോടി രൂപ കൊടുത്ത്, ഈ 1 കോടി രൂപ കൊടുത്ത് നമ്മളൊരു വീട് പണിതാലും ഈ വീട് എടുത്തു കൊണ്ടുപോയിട്ട് നമുക്ക് 4 പേരെ കാണിക്കാൻ പറ്റുമോ? കണ്ടോ, എനിക്ക് 1 കോടി രൂപയുടെ വീടുണ്ട് കേട്ടോ, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്ന നല്ല ശ്രേഷ്ഠനായ വ്യക്തിയായിട്ടോ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എൻ്റെ 4 ചുറ്റിലുമുള്ള 4, 3, 7 പേർക്ക് അറിയാം, അവന് 1 കോടി രൂപയുടെ വീടുണ്ട്, ഇത്രയും അറിയാൻ പറ്റും. പക്ഷെ നീ 1 കോടി രൂപയുടെ കാറ് വാങ്ങിയേ, നീ എവിടെ ചെന്നിറങ്ങിയാലും നിനക്ക് ആ വില കിട്ടും, ആ പ്രൗഢി കിട്ടും. കൊള്ളാം, അവനേതോ കൊള്ളാവുന്ന വിജയം പ്രഖ്യാപിക്കുന്നവൻ, അവൻ്റെ കൂടെ വിജയമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് പറയുന്ന തരത്തിൽ വരും. മറ്റേത് വേസ്റ്റ് മണിയാ, ആവശ്യത്തിന് മതി എന്ന് ഞാനിങ്ങനെ വെറുതെ എൻ്റെ സഹോദരങ്ങളോട് ഞാനിങ്ങനെ ചുമ്മാ പെട്ടെന്ന് ഇരുന്നപ്പോൾ പ്രയർ കഴിഞ്ഞപ്പം പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ദൈവഭവനം ദൈവം ആഗ്രഹിക്കുന്നത് അത് എവിടെയെങ്കിലും പണിതിട്ട് ആരെങ്കിലും വന്ന് കണ്ടു കഴിയുമ്പോൾ ഇത് കൊള്ളാം എന്ന് പറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പകരം ലോകം മുഴുവൻ പോയി ദൈവഭവനം എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ തരത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത ലോകത്തിന് മുഴുവൻ കാണുന്ന രീതിയിൽ തന്നെയാണ് ദൈവഭവനം പണിതിരിക്കുന്നത്. ആ ഭവനമാകട്ടെ നമ്മൾ തന്നെയാണ്. നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ ഭവനം എങ്ങനെയാണെന്ന്. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ആരാധനയിലൂടെ, നമ്മുടെ പ്രാർത്ഥന, എല്ലാ രീതിയിലും ദൈവത്തിൻ്റെ ഭവനത്തിന് ശ്രേഷ്ഠമായ രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. കാരണം അത് മൂലക്കല്ലായ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലൂടെ, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരിലൂടെ നമ്മളിൽ പണിതതാണ് ദൈവത്തിൻ്റെ ഭവനം. നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ ഭവനം, നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങളൊന്ന് വായിച്ച ബ്രദറെ. 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങൾ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. സിയോനിലാണ് ആ കല്ല് സ്ഥാപിച്ചത് എന്ന് ദൈവത്തിന്റെ വചനം പറയുക. എവിടെ? ഇസ്രായേലിൽ, ജെറുസലേമിൽ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. ആ മൂലക്കല്ല് അത് ക്രിസ്തുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ആ കല്ലിൽ, യേശുവാകുന്ന മൂലക്കല്ലിൽ, അതായത് സിയോനിൽ സ്ഥാപിക്കപ്പെട്ട കാൽവരിയിലെ ക്രൂശാകുന്ന ക്രിസ്തുവിന്റെ മൂലക്കല്ലിൽ നീ വിശ്വസിച്ച് യേശു എനിക്ക് വേണ്ടി മരിച്ചു, അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ആ കല്ലിൽ നീ വിശ്വസിച്ചാൽ നീ ഒരിക്കലും ലജ്ജിക്കത്തില്ല, നീ ഒരിക്കലും നിന്റെ തല കുനിക്കേണ്ടി വരികയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നല്ലോ, എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് പറഞ്ഞത് യെശയ്യാ പ്രവചനം 28:16 കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അടുത്ത വാക്യം വായിച്ചോ ബ്രദറെ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്, വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അഭിമാനമാ, വിശ്വസിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ല്, അത് ആ മൂലക്കല്ലായി മാറും. നമുക്കറിയാം, നമുക്ക് ആരെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് അഭിമാനമുള്ളത്? എൻ്റെ അപ്പനെ കുറിച്ച് പറയുമ്പോഴാണോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത, എൻ്റെ കുടുംബപ്പേര്, എൻ്റെ സ്വത്ത് വിവരങ്ങൾ, എൻ്റെ ജോലി, ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണോ? അതെയോ എൻ്റെ ദൈവം, എൻ്റെ കർത്താവായ യേശു, എനിക്ക് വേണ്ടി മരിച്ചവൻ, എനിക്ക് വേണ്ടി കൂടെ എന്നെ നടക്കുന്നവനെ കുറിച്ച് പറയുമ്പോഴാണോ നമുക്ക് അഭിമാനമുള്ളത് എന്ന് നമ്മളൊന്ന് സ്വയം പരിശോധിക്കുക. ദൈവത്തിൻ്റെ ഭവനമാണെങ്കിൽ, ദൈവത്തിൻ്റെ ആലയമാണ് നമ്മളെങ്കിൽ, അപ്പനെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അഭിമാനം കൊള്ളാൻ പറ്റുക. അടുത്ത വാക്യം വായിച്ചോ മോനെ. അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. വിശ്വസിക്കാത്തവന് അത് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. അടുത്ത വാക്യം വായിച്ചോ. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. വചനത്തിനെ ധിക്കരിച്ചാൽ അവർ തട്ടി വീഴും. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും, എന്നാൽ നിങ്ങളാകട്ടെ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും, രാജകീയ പുരോഹിത വർഗവും, വിശുദ്ധ ജനതയും, ദൈവത്തിന്റെ സ്വന്തം ജനവുമാകുന്നു. അതായത് ഭവനം പണിയാൻ ഞാൻ ഏൽപ്പിച്ച രാജകീയ പുരോഹിത വംശം ഇനി നിങ്ങളാണ്. കാരണം ആലയം നിങ്ങളാണെങ്കിൽ അതിൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന പുരോഹിത വർഗം നിങ്ങൾ തന്നെയാ. ആലയം നിന്റെ ശരീരമാണെങ്കിൽ ആ പുരോഹിത വർഗം അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജകീയ പുരോഹിത ഗണം നീയാണെന്ന്.
അതാ ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിലൂടെ തൻ്റെ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ദൈവത്തിൻ്റെ പുരോഹിത വർഗം ഇനി ലേവി പുരോഹിതത്തിലേക്കല്ല, പൗരോഹിതത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്, ഏതെങ്കിലും മറ്റ് പൗരോഹിതത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ആലയം നിങ്ങളാണെങ്കിൽ ആ ആലയത്തിൻ്റെ പൗരോഹിത്യം അത് നിങ്ങൾക്ക് തന്നെയാ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വർഗവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാകുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ അപ്പസ്തലനായ പത്രോസിലൂടെ പ്രഖ്യാപിച്ചു വയ്ക്കുക. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. അതായത് ദൈവം ചില ആലയത്തെ പണിയാൻ ഏൽപ്പിച്ചു, എന്നാൽ ആ ആലയത്തിൻ്റെ പണി അവർ ശ്രേഷ്ഠമല്ലാതെ അവർ പണി അല്ല നോക്കിയത്, പകരം അവരുടെ ഉദരത്തിൻ്റെ ലഭ്യത മാത്രമാണ്, അവരുടെ പണത്തിൻ്റെ ആഗ്രഹം മാത്രമായിരുന്നു അവർ നോക്കിയത്. ഊനമറ്റ കുഞ്ഞാടുകൾക്ക് പകരം അവർ തന്നെ ആടിൻ്റെ വിൽപ്പന ദേവാലയത്തിൻ്റെ അകത്ത് നടത്തി. ഊനമറ്റ കാളക്കുട്ടികൾക്ക് പകരം അല്ലെങ്കിൽ നാണയം മാറ്റുന്ന പല രീതിയിലുമുള്ള ആ ദേവാലയത്തെ തന്നെ കച്ചവട സ്ഥാപനമാക്കി ആ ആലയത്തെ യഹൂദ പുരോഹിതർ മാറ്റി എന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാണാം. ആ ആലയം ദൈവത്തിൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞ് യേശു ചാട്ടവാറെടുത്ത് അതിനെ അടിച്ചോടിച്ചിട്ട് അതിനുശേഷം പിറ്റേ ദിവസം വന്നിട്ട് ഇതേ ഉപമ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ കർത്താവായ യേശു ക്രിസ്തു അതേ ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് അവിടെ പുരോഹിതരാകുന്ന സകല വ്യക്തികളും നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ഉദാഹരണം, ഈ ഉപമ അത് ഞങ്ങൾക്കെതിരെയാണല്ലോ ഇവൻ പ്രയോഗിക്കുന്നത്, എന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അവനെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ജനം മുഴുവൻ അവരുടെ കൂടെയാ, ഒരൊറ്റ വ്യക്തി പോലും അവനെ പിടിക്കാൻ സമ്മതിക്കത്തില്ല എന്നവർക്ക് മനസ്സിലായി. ഇങ്ങനെ സഹികെട്ട് നിൽക്കുമ്പോഴാണ് അവർ യേശുവിനെ യൂദാസിലൂടെ, ഒറ്റിക്കൊടുക്കപ്പെട്ട യൂദാസിലൂടെ പിടിക്കുകയും അതിനുശേഷം അവനെ വധിക്കുകയും എന്നാൽ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ നടക്കുകയും 10 ദിവസം അവർ പ്രാർത്ഥനയിൽ കഴിയുകയും 10-ാം ദിവസം പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഉന്നതങ്ങളിൽ നിന്നും ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഭയപ്പെട്ട് റൂമിൽ അടച്ചിരുന്ന പത്രോസ് ഇറങ്ങി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അപ്പസ്തോല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ പ്രഘോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾ മദ്യം കുടിച്ച ല്ല, ആമോസിന്റെ പ്രവചനത്തിൽ കിടക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഞങ്ങളുടെ മേൽ വന്നു, ഇതാ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസ് അവരെല്ലാം നോക്കി യേശുവിന്റെ വചനം, സുവിശേഷം പ്രഖ്യാപിക്കുക. അപ്പസ്തോല പ്രവൃത്തി അതിന്റെ 4-ാം അധ്യായം അതിന്റെ 11 മുതൽ 12 വരെ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ കല്ലാണ് യേശു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ഈ സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിറ്റുവേഷൻ ആണ്. കാരണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു വലിയ അത്ഭുതം, ഒരു അടയാളം അവരുടെ കരങ്ങളിലൂടെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് അവരെ വിചാരണ ചെയ്യുമ്പോഴാണ് ഇതാ പത്രോസ് ഈ വാക്യം ഉദ്ധരിക്കുന്നത്. എന്താണ് ആ വാക്യം ഉദ്ധരിച്ചത്? ഒന്നുകൂടി വായിച്ചോ. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നിങ്ങൾ നോക്കണേ, പത്രോസിന് വിദ്യാഭ്യാസമില്ല, പത്രോസിന് വലിയ അറിവില്ല, വലിയ ശ്രേഷ്ഠനായോ അല്ലെങ്കിൽ ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ടോ ഒന്നും പരിഗണിക്കപ്പെടാതെ നിൽക്കുന്ന സന്നദ്ധൻ സംഘത്തിനാണെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, വർഷങ്ങൾ അവർ പഠിച്ചവരാണ്, ശ്രേഷ്ഠരാണ്, അവരെല്ലാ രീതിയിലും ശ്രേഷ്ഠതയിൽ മാത്രമല്ല അവർക്ക് അധികാരവും കുപ്പായവും സകലതുമുണ്ട്. ഇതെല്ലാം നിൽക്കുന്ന ആ സന്നദ്ധൻ സംഘത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പത്രോസ് ശക്തിയോടെ, ധൈര്യത്തോടെ വിളിച്ചിങ്ങനെ പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്. യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ 28-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന കല്ല്, നിങ്ങൾക്ക് ഇടർച്ചയാകുന്ന കല്ല്, നിങ്ങൾ തട്ടി വീഴുന്ന കല്ല്, വിശ്വസിക്കാതെ നിങ്ങൾ ക്രൂശിച്ച് കൊന്ന കല്ല്, അതാണ് ക്രിസ്തു, മറ്റാരിലും രക്ഷയില്ല എന്ന് പറഞ്ഞ് അത് പ്രഖ്യാപിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ഈ വചനം വളരെ ആത്മാർത്ഥതയോടെ, തീഷ്ണതയോടെ, ശക്തിയോടെ ഈ വചനം ഉരുവിടുന്നവരാ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ, അല്ലേ? പത്രോസ് ഈ വാക്യം പറയുമ്പോൾ വരാനിരിക്കുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പത്രോസ് ഈ വാക്യം പറയുന്നത് ആരോടാണ്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുകൂടെ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുക. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ മോനെ? വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. അതായത് വ്യക്തമായിട്ട് ഈ പറയുന്ന 70 പേരടങ്ങുന്ന സന്നദ്ധൻ സംഘത്തോട് അപ്പസ്തോലനായ പത്രോസ് പറയുകയാണ്, ദൈവം ഒരു ഭവനം പണിയുവാൻ നിങ്ങളെ ഏൽപ്പിച്ചു. യേശു പറഞ്ഞപ്പോൾ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിവൻ ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് സംശയം തോന്നി. യെശയ്യാ പ്രവാചകൻ ഇതേ വാക്യം തന്നെ പരിശുദ്ധാത്മാവിൽ ഉദ്ധരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പണിക്കാരായ യഹൂദരായ പുരോഹിതന്മാർക്ക് തോന്നി
ഇവൻ ഇത് ഞങ്ങളെക്കുറിച്ച് തന്നെയാണോ പറയുന്നത് എന്നൊരു സംശയം തോന്നി. എന്നാൽ യേശു പറഞ്ഞപ്പോഴും യെശയ്യാ പ്രവാചകൻ പറഞ്ഞപ്പോഴും ഒരു സംശയത്തിൻ്റെ നിഴൽ മാത്രമേ തോന്നിയുള്ളൂ. എന്നാൽ ഇവിടെ പത്രോസ് അവരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, വീട് പണിക്കാരായ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു, ഇസ്രായേൽ ഭവനത്തെ പണിയുവാൻ നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ നിങ്ങൾ ആ പണി നടത്തിയില്ല, നിങ്ങൾ തള്ളിക്കളഞ്ഞു. എന്നാൽ ആ കല്ല് ദൈവം മൂലക്കല്ലാക്കി മാറ്റി. ആ യേശുവിനെ നിങ്ങൾ കാൽവരിയിൽ ക്രൂശിച്ചു എന്ന് പത്രോസ് ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്. വെറുതെ പറയുകയല്ല, അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ വീട് പണിക്കാരാണ്, വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് അത് മൂലക്കല്ലാണ്. ആ കല്ലാണ് രക്ഷയുടെ മൂലക്കല്ല്, ആ കല്ലാണ് കർത്താവ് സ്ഥാപിച്ച മൂലക്കല്ല്, ആ കല്ലാണ് സിയോനിൽ സ്ഥാപിച്ച കല്ല്, ആ കല്ലാണ് യഹോവയായ ദൈവത്തിൻ്റെ രൂപവും ഭാവവും പ്രതിരൂപവും എന്ന് ഹെബ്രായ ലേഖനം പറഞ്ഞ യേശു ക്രിസ്തു എന്ന് ഇതാ പത്രോസ് മുഖത്ത് നോക്കി അവരോട് പറയുകയാണ്. അതുകൊണ്ട് നിർത്തുന്നില്ല പത്രോസ്, അവിടെ കൊണ്ടും പത്രോസ് അവസാനിപ്പിക്കുന്നില്ല. അടുത്ത വാക്യം കൂടി വായിച്ചോ, ആദ്യത്തെ 12-ാം വാക്യം കൂടി വായിച്ചോ മോനെ. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എല്ലാ വർഷവും പ്രധാന പുരോഹിതൻ തനിക്ക് വേണ്ടിയും തൻ്റെ ജനത്തിനു വേണ്ടിയും പാപപരിഹാര ബലിയായി ശ്രേഷ്ഠ പുരോഹിതൻ വലിയ ആചാരങ്ങളോടെ അനുഷ്ഠാനങ്ങളോടെ ദൈവിക ഭവനത്തിലേക്ക് ആർക്കും കയറി ചെല്ലാൻ അനുവാദമില്ലാത്ത, പ്രധാന പുരോഹിതനല്ലാതെ ഒരുവന് പോലും കയറി ചെല്ലാൻ അനുവാദമില്ലാത്ത ആ അതിവിശിഷ്ട സ്ഥലത്തേക്ക് ഇതാ ഇവൻ രക്ഷയ്ക്ക് വേണ്ടി, ദൈവജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രധാന പുരോഹിതൻ ബലിവസ്തുവുമായി കടന്നു ചെല്ലുന്ന ഒരു രക്ഷയുടെ സന്നിധാനമുണ്ട്, ഒരു സ്ഥലമുണ്ട്, രക്ഷയ്ക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സ്ഥലമുണ്ട്. ഇതാ പത്രോസ് വിളിച്ചു പറയുക, നീ രക്ഷയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ദേവാലയത്തിന്റെ അതിപ്രധാന സ്ഥലത്തേക്ക് നീ പോയിട്ട് കാര്യമില്ല. കാരണം രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നീ ഭയത്തോടെ വിളിക്കുന്ന യഹോവ എന്ന നാമം, യാഹ്വേ എന്ന നാമം നീ കൈ കഴുകി കരങ്ങളെ മാറ്റി നീ വിനയത്തോടെ വളരെ ഭക്തിയോടെ വിളിക്കുന്ന യഹോവ എന്ന നാമം രക്ഷയുടെ നാമമായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന യേശുവിന്റെ നാമമാ. ആ നാമത്തെ നിങ്ങൾ ക്രൂശിച്ചു എന്ന് പത്രോസ് വിളിച്ചു പറയുക. നീ ഇനി വർഷാവർഷം ബലിയർപ്പിച്ചിട്ട് കാര്യമില്ല, നീ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, പകരം രക്ഷയ്ക്കുള്ള ഏക നാമം യേശു മാത്രമാണെന്ന് പത്രോസ് വിളിച്ചു പറയുക. ഇത് കണ്ടുകൊണ്ടാണ് തൊട്ടടുത്ത വാക്യം 13-ാം വാക്യത്തിൽ പറയുന്നത്, പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവന്റെ ധൈര്യം കണ്ടുകൊണ്ട് അവർ വിദ്യാവിഹീനരായ, ഇവർ സാധാരണ മീൻപിടുത്തക്കാരായ ഈ ഗലീലി പ്രദേശത്തുള്ള വെറും സാധാരണ മനുഷ്യരല്ലേ, ഇവർക്ക് എവിടെ നിന്ന് ഈ ധൈര്യം, ഇവരെങ്ങനെ ഈ അറിവ്, പഴയ നിയമത്തിലെ വചനങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇത്രയും ശക്തമായി ഒരു പ്രഘോഷിക്കുന്നത് എങ്ങനെ? അതും മരണം എരന്നു വാങ്ങാൻ വേണ്ടി ഒരിക്കൽ ഉപമയിലൂടെ പറഞ്ഞവനെ അവർ ക്രൂശിച്ചു കൊന്നു. എന്നാൽ ഇത് മുഖത്ത് നോക്കി പറയുന്നൊരു ധൈര്യം എങ്ങനെ പത്രോസിന് വന്നു? എങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും പത്രോസിന് ഈ ഒരു ധൈര്യം കടന്നു വന്നത്? നമുക്ക് ഈ ധൈര്യം എങ്ങനെ വരും? എവിടെ നിന്ന് വരും ഈ ധൈര്യം? ആരെ നോക്കി, എവിടെ നോക്കി നമുക്കിത് പറയുവാൻ എങ്ങനെ ധൈര്യം വരും? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പത്രോസിനോട് ദൈവത്തിൻ്റെ ആത്മാവിൽ പത്രോസും ശിഷ്യന്മാരും എല്ലാവരും കൂടി നിൽക്കുമ്പോൾ യേശുവിനോട് ഇവരെല്ലാവരും പറഞ്ഞു, അല്ലയോ കർത്താവേ, അല്ലയോ ഗുരു, എത്ര മനോഹരമായ ഭവനം. ജെറുസലേം ആലയം, ദേവാലയം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കല്ലുകൾ കൊണ്ട് മനോഹരമായി പണിത ഈ ആലയം എത്രയോ ശ്രേഷ്ഠം, എത്രയോ മനോഹരം. എന്നാൽ കർത്താവ് പറഞ്ഞു, മക്കളെ, ഇതിൻ്റെ മനോഹാരിതയ്ക്ക് അവസാനിക്കാൻ പോവുകയാണ്. ഇതാ ഞാൻ ഈ മനോഹാരിതയ്ക്ക് പകരമുള്ള ഒരു ആലയത്തെ ഞാൻ പണിയാൻ പോവുകയാണ്. ആ ആലയം നിങ്ങൾ തന്നെയാണ്. ഉന്നതങ്ങളിൽ നിന്നും ശക്തി ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ പട്ടണം വിട്ട് പോകരുത് എന്ന് പത്രോസിനോടും ശിഷ്യന്മാരോടും കർത്താവിൻ്റെ ആത്മാവ് പറയുമ്പോൾ ആ ആലയത്തെ ദൈവം പണിതു. അപ്പസ്തോലന്മാരാകുന്ന ആ ഒരു ആലയത്തിന്മേൽ, ക്രിസ്തുവാകുന്ന ആ മൂലക്കല്ലിൽ, അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ തൻ്റെ സുവിശേഷത്തിലൂടെ, നമ്മുടെ ഹൃദയഫലകങ്ങളിലൂടെ ഇതാ ദൈവം ആലയത്തെ പണിതു, എഴുതി വെച്ചു. ഇന്ന് നമ്മളെ ദൈവത്തിൻ്റെ ഭവനമാക്കി, ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റി. നമ്മളെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റിക്കഴിഞ്ഞാലേ നമുക്കിത് പറയാനുള്ളൊരു ധൈര്യം കിട്ടത്തുള്ളൂ. ആരുടെ മുഖത്ത് നോക്കിയും എവിടെ നോക്കിയും നമുക്ക് പറയാൻ പറ്റും, ഞങ്ങൾ കർത്താവിൻ്റെ ആലയമാണ്,
ഞങ്ങൾക്ക് ഭയം മനുഷ്യനെ അല്ല, ഞങ്ങൾക്ക് ഭയം സ്വർഗത്തിലെ ദൈവത്തെയാ. ഞങ്ങൾക്ക് ഭയം ഈ മനുഷ്യൻ്റെ അധികാരത്തിലല്ല, ഞങ്ങൾക്ക് ഭയമുള്ളത് സ്വർഗത്തിലെ ദൈവത്തെ മാത്രമാ. ഇന്ന് ദൈവത്തിൻ്റെ ആലയമായി എത്ര പേരെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിലുള്ള അനേക വ്യക്തികളെ കർത്താവ് ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു ഭവനമായ ഒരു സ്ഥലത്ത് കല്ലുകൊണ്ട് പണിത് വെച്ച് ആരെങ്കിലും വന്നു കാണുമ്പോൾ അതിൻ്റെ മനോഹാരിതയെ പറയുന്നവനല്ല. നീ സഞ്ചരിക്കുന്ന വഴികളിൽ, നീ പോകുന്ന വഴികളിൽ, നീ കാണുന്ന വ്യക്തികളുടെ മുൻപിൽ നിന്റെ ആദരത്തിലൂടെ, സുവിശേഷത്തിന്റെ പ്രഘോഷണങ്ങളിലൂടെ, നിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവിൽ നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിന്റെ ആലയത്തോക്കി മറ്റുള്ളവർ പറയണം, ഓ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ ആലയം, ദൈവഭവനം എന്ന് പറയുവാൻ പറ്റണം. ഹല്ലേലൂയ. എത്ര പേർക്ക് സാധിക്കും? കർത്താവേ, ഞങ്ങളെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റണമേ. ഈ കൂട്ടായ്മയെ കർത്താവേ ദൈവത്തിന്റെ ആലയമാക്കി, ദൈവഭവനമാക്കി മാറ്റണമേ. ഇവർ പോകുന്ന വഴികളിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. പോകുന്ന വഴികളിൽ അനേക വ്യക്തികൾ അനുതാപത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പോകുന്ന വഴികളിൽ ഒരു വിടുതലിന്റെ ആത്മാവ്, ഇവരായിരിക്കുന്ന ദേശത്ത് ഒരു പുതിയ ഉണർവ് ഈ 2026 അവർ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരായിരിക്കുന്ന ചർച്ചുകളിൽ, ആയിരിക്കുന്ന ഡിനോമിനേഷനുകളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ വിടുതൽ വ്യാപരിക്കട്ടെ. ഒരു വലിയ വിടുതൽ, ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു പുത്തൻ ഉണർവ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ പോയ സ്ഥലങ്ങളിൽ മുഴുവൻ ഒരു ഉണർവിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ, ദൈവത്തിൻ്റെ ഭവനമാണെങ്കിൽ, നീ ചെന്ന് നിൽക്കുന്ന സ്ഥലം ആ ഉണർവിലായിരിക്കും. അത് ചത്തവൻ്റെ ഭവനമായിരിക്കില്ല, പകരം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായി, ജീവനുള്ള ദൈവഭവനമായി ദൈവം മാറ്റും. ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റണമേ അപ്പാ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹെബ്രായ ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 15 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാമോ ബ്രദറെ? ഹെബ്രായർ അതിൻ്റെ 13-ന്റെ 15 മുതൽ 16 വരെ. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. ഈ ദൈവഭവനമാണെങ്കിൽ ഉള്ളൊരു പ്രത്യേകത അതാണ്. എന്താ? ദൈവഭവനമാണെങ്കിൽ ദൈവഭവനത്തിലുള്ള പ്രത്യേകത എന്തുവാ? ദൈവഭവനത്തിൽ എപ്പോഴും സ്തുതിപ്പുകൾ ഉണ്ടാവും. ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ദൈവഭവനത്തിൽ എപ്പോഴും സ്തുതിപ്പുകൾ ഉണ്ടാവും. നമ്മൾ ആ വാക്യം ഒന്നുകൂടി വായിക്കാം. ഹെബ്രായ ലേഖനം 13-ന്റെ 15. അതുകൊണ്ട് അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. നമുക്ക് എപ്പോഴും ഇത് ദൈവത്തിന്റെ ആലയമാണെങ്കിൽ എൻ്റെ അധരം എപ്പോഴും ദൈവത്തിന് സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കും. ഇടവിടാതെ ദൈവത്തിന് സ്തുതികളുടെ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. നമ്മളെപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും, ഏത് ജോലിയിലായിരിക്കുമ്പോഴും, അവൻ വ്യാപൃതനായിരിക്കുന്ന ഏത് സമയത്തും എപ്പോഴും നമ്മളിങ്ങനെ അധരം കൊണ്ട് കർത്താവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന. ദൈവത്തിന് നമ്മുടെ അധരങ്ങളുടെ സ്തുതികൾ, സ്തോത്രയാഗങ്ങൾ, നന്ദി കരയേറ്റിക്കൊണ്ടിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകത. അടുത്ത വാക്യം കൂടി വായിച്ചോ. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. എപ്പോഴും ആ ആലയത്തിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടാവും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, എല്ലാവർക്കും നന്മയെ വാരി വിതറുന്ന തരത്തിൽ അവൻ്റെ പ്രവൃത്തികളും ഉണ്ടാകും. ഈ 2 കാര്യങ്ങളും എപ്പോഴും ദൈവഭവനത്തിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുക. വീണ്ടും റോമ അതിൻ്റെ 12-ന്റെ 1 കൂടി ഒന്ന് വായിക്കാമോ? റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക അപ്പോസ്തലൻ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുകയും. കാരണം നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരം വിശുദ്ധിയോടെ ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന ഈ ഒരു ശരീരം നീ എപ്പോഴും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് നിന്റെ അധരങ്ങളുടെ ബലിയെ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നീ മുന്നോട്ട് പോകേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. കാരണം ഇത് പണിയാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ ദൈവഭവനം ഇന്ന് പണിതു വച്ചിരിക്കുകയാണ്. ആ ഭവനമാകട്ടെ നിങ്ങളാണ് എന്ന് പറയുമ്പോൾ നമ്മളാകുന്ന ഈ ആലയത്തെ, ഈ ഭവനത്തെ എപ്പോഴും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. എപ്പോഴും ദൈവത്തിന് സ്തുതികളുടെ ബലികളെ അർപ്പിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ നമ്മുടെ അധരങ്ങളുടെ സ്തുതികളുടെ ബലികൾ അർപ്പിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ പോകുന്നെങ്കിൽ
ദൈവത്തിൻ്റെ ആലയത്തെ നോക്കി പ്രാർത്ഥിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ദൈവത്തിൻ്റെ ആലയത്തെ മനസ്സിൽ ചിന്തിച്ചു പ്രാർത്ഥിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, നിന്റെ ആലയം ദൈവം മാറ്റും. നിന്റെ മുൻപിൽ വരുന്നവൻ സൗഖ്യം പ്രാപിക്കും. നിന്റെ മുൻപിൽ വരുന്നവൻ അനുഗ്രഹം പ്രാപിക്കും. കൃപയിലൂടെ സൗഖ്യത്തിൻ്റെ ശക്തി നമ്മുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ആലയമാക്കി ദൈവം നമ്മളെ മാറ്റും. ചർച്ച് ഓഫ് ജീസസ്, ദൈവത്തിൻ്റെ ഭവനമായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവിടെയാ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ കണ്ണുകളെ അടച്ചേ.